ഒരു ഓഗസ്റ്റ് 15 ഉച്ചക്ക് വെറുതെ ഇരിക്കുമ്പോഴായിരുന്നു ഫെറാഗോസ്റ്റോ ആഘോഷിക്കുക എന്നും പറഞ്ഞ് ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയത്. അതെ, ഇവിടെ ഇറ്റലിയിൽ ഓഗസ്റ്റ് 15 ഫെറാഗോസ്റ്റോ ആണ്. അതായത് ഫെറാഗോസ്റ്റോ എന്നത് റോമൻ എംപറർ അഗസ്റ്റസിൽ തുടങ്ങുന്ന ഒരു നീണ്ട കഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. ചുരുക്കത്തിൽ എല്ലാ ഇറ്റാലിയൻസും ഓഫീസും കമ്പനിയും എല്ലാം അടച്ച് പിക്നിക്കിനും ട്രിപ്പും പോണ ഒരു ഒഫീഷ്യൽ ഡേ ആണ് ഫെറാഗോസ്റ്റോ. ഇനി മെജോറിറ്റി ഇറ്റാലിയൻസിനും ബീച്ചാണ് താല്പര്യം. ഇനി അത്ര ചൂടും വെയിലൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഹൈക്കിങ്ങിന് മൗണ്ടൻസിൽ പോകും. ഇനി ഇവിടെ എങ്ങും പോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു ലഞ്ച് കഴിക്കാനെങ്കിലും ഇവർ പുറത്തു പോകും. അങ്ങനെ ഒരു ലഞ്ച് കഴിക്കാൻ പോകുന്ന യാത്രയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലൂടെ ഓടിപ്പോകുന്നത് പല പല ഫ്രൂട്ട്സിൻ്റെയും മരങ്ങളാണ്. അതായത് പീച്ചസ്, വാൾനട്ട്, പിന്നെ കോൺ, അങ്ങനെ പലതും. കാസ ആൽപീന, ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ആൽപീന എന്നത് പണ്ട് വേൾഡ് വാറിൻ്റെ ടൈമിൽ വോളണ്ടിയേഴ്സായി വന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നാൽ ഏറ്റവും ആദ്യം ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് ഇവരായിരിക്കും. വേൾഡ് വാറിൻ്റെ ടൈമിൽ ഇവരിൽ നിന്ന് ആർമിയിൽ പോയവരുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഫെറാഗോസ്റ്റോ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ആ ദൂരെ കാണുന്ന പല പല ബോട്ടിൽസും വൈനാണ്. ഇവിടെ കുടിവെള്ളത്തിന് പുറമെ സുലഭമായി കിട്ടുന്ന മറ്റൊരു സാധനമാണ് വൈൻ. വൈൻ ഇറ്റാലിയൻസിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. സീ ഫുഡ് കഴിക്കുമ്പോൾ വൈറ്റ് വൈനും ബാക്കി മീറ്റിൻ്റെ ഒപ്പം റെഡ് വൈനും ആണ് ഇവിടുത്തെ ഒരു രീതി. ഒരു ടിപ്പിക്കൽ ഇറ്റാലിയൻ മെനുവിൽ ഫസ്റ്റ് വരുന്നത് ആന്തിപാസ്റ്റോ ആണ്, അതായത് ആപ്പിറ്റൈസർ. അത് കഴിഞ്ഞാൽ പ്രീമോ, മിക്കവാറും പാസ്ത, സ്പഗേറ്റി, ലസാന്യ, റിസോട്ടോ, അങ്ങനെ പലതുമായിരിക്കും. അത് കഴിഞ്ഞാൽ സെക്കോന്തോ, ചിക്കൻ, മീറ്റ്, ഫിഷ്, പിന്നെ കൂടെ വെജിറ്റബിൾസ്. ഏറ്റവും ലാസ്റ്റ് ഡെസേർട്ട്സ് ആയിരിക്കും. എൻ്റെ നെയ്ബേഴ്സിൻ്റെ ഫ്രണ്ട്സും ആണ് ഇന്നിവിടെ ലഞ്ചിനുള്ളത്. ഇവരെല്ലാവരും റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അടുത്ത ട്രിപ്പിനുള്ള പ്ലാനും ഇതിനിടയിൽ ചർച്ചയിലുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ ഫസ്റ്റ് ആൻറ്റിപാസ്ത എത്തി, ടോസ്റ്റഡ് ബ്രെഡ് ആൻഡ് ഗ്രിൽഡ് വെജീസ്, പിന്നെ വിറ്റല്ലോ തൊണ്ണാത്തോ. അതിനുശേഷം പ്രീമോ എത്തി, സ്റ്റഫ്ഡ് പാസ്ത, അന്നുലോത്തി, പിന്നെ റിബൺ പോലെ തിൻ ആൻഡ് ലോങ് ആയിട്ടുള്ള തള്ളിയത്തേല. അങ്ങനെ ആഘോഷമായ പ്രീമോനു ശേഷം സെക്കൻഡോ എത്തി, ഗ്രിൽഡ് റെഡ് മീറ്റും പൊട്ടറ്റോയും. ഒരു ശരാശരി ഇറ്റാലിയൻ ആഘോഷമായ ലഞ്ചിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് ഉച്ചക്കൊരു 12:30 തുടങ്ങി വൈകുന്നേരം 4 മണിയുടെ ചായ കുടിയും കഴിഞ്ഞ് ഇവർ ഈ ടേബിളിൽ നിന്ന് എണീക്കൂടും. നമ്മളെപ്പോലെ 10 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിച്ച് എഴുന്നേൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ചായക്ക് പകരം കാപ്പിയാണ്, ഇറ്റാലിയൻ കഫേ. അതെ, കോൺസെൻട്രേറ്റഡ് കോഫി, കയ്പുള്ള കോഫി. അങ്ങനെ ലാസ്റ്റ് സൊർബേത്തെ എത്തി, ഐസ് കമ്പൈൻഡ് വിത്ത് ഫ്രൂട്ട് ജ്യൂസ്. ശരിക്കും സൊർബേത്തെ മിഡിൽ ഓഫ് ദി മീലാണ് തരാറ്. അതായത് പ്രീമോ കഴിഞ്ഞതിന് ശേഷം. സൊർബേത്തെ ഒരു സ്വീറ്റ് അല്ല, ഒരു ഐസ്ക്രീമും അല്ല, ലെമണിൻ്റെ നല്ല പുളിയാണ്. ഫുഡ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയാറ്.